അമ്മയ്ക്ക് നല്ല സുഖമില്ല. വേണ്ട, വിളിക്കണ്ട. എന്റെ ഭർത്താവ് എവിടെ? മാർക്കറ്റിൽ പോയി. ഓഹോ, ഇപ്പൊ രാത്രിയിലായിരിക്കും ഉദ്യോഗം അല്ലേ? ചിലപ്പോഴൊക്കെ. ഇപ്പോഴൊക്കെ നീ ഇവിടെ ഒറ്റയ്ക്കായിരിക്കും അല്ലേ? അല്ല, ഞാൻ ചോദിച്ചെന്ന് മാത്രം. കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രിയിലും ജോലി ഉണ്ടായിരുന്നു? ഉണ്ടായിരുന്നു. എനിക്ക് മനസ്സിലായി. ഞാൻ എന്നാ ബാങ്ക് വച്ച കേസ് അന്വേഷിക്കായിരുന്നു. തിരിച്ചു വന്നപ്പം നേരം വെളുത്തായിരുന്നല്ലേ? അല്ല, ഞാൻ കണ്ടായിരുന്നു വരുന്നത്. എങ്ങനെ കണ്ടതാണ്? ഞാൻ ഇവിടെയൊക്കെ തന്നെ ഉണ്ടെന്ന് കരുതിയാൽ മതി. ഞാൻ ഇറങ്ങട്ടെ. വല്ലപ്പോഴൊക്കെ ഇങ്ങോട്ട് വരാം. എന്താ വിരോധമുണ്ടോ? എന്ത് ചെയ്യാം, വരാതിരിക്കാൻ പറ്റില്ലല്ലോ. എല്ലാം പോയി. ഇതങ്ങോട്ട് വാങ്ങ. ഒരു സാധനം കാശ് കൊടുത്ത് വാങ്ങാൻ വയ്യ. തീ പിടിച്ച വില. അല്ല, കാശിന്റെ വില ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. ചിലപ്പോ ഇന്നൊരു ഓവർ ടൈം ഉണ്ടായേക്കും. അമ്മയ്ക്ക് എങ്ങനെയുണ്ട്? നിനക്കെന്ത് പറ്റി? ഒരു ഈച്ച പറ്റി. എവിടെ? പിടിയവനെ എവിടെ? നോക്ക്, നീ എന്തിനായി നല്ല മുഖം വെറുപ്പിച്ച് വൃത്തിയിടാക്കുന്നത്? ഞാൻ വരാൻ താമസിച്ചോണ്ടാണോ? നിന്നിവിടെ ആരും പിടിച്ച് വിഴുങ്ങത്തൊന്നുമില്ല. ഇല്ല, ഓരോരുത്തന്മാര് കയറി വന്ന് അതേതും ചോദിക്കുമ്പോ. ആര് കയറി വന്നു? എന്ത് ചോദിച്ചു? ആ കമ്മീഷണറുടെ മരുമോൻ തന്നെ. അയാളുടെ ഒരു നോട്ടവും ചോദ്യവും. മോഹൻ സാറോ? നിന്നോടെന്ത് ചോദിച്ചു? എന്നും രാത്രിയിലാണോ ജോലി? അപ്പോഴൊക്കെ ഞാൻ ഇവിടെ ഒറ്റയ്ക്കാണോ? അയാൾ ഇവിടെയൊക്കെ കാണുമെന്ന്. സാരമില്ല. അയാൾ എന്തേലും പറഞ്ഞിട്ട് പോട്ടെ. അല്ലെങ്കിൽ ചുറ്റിയാണ് ഉറക്കൊഴിയട്ടെ. നമ്മൾ ആ കമ്മീഷൻ അദ്ദേഹത്തെ ഓർക്കണമല്ലോ. നീ വാ, എനിക്കൊന്ന് കുളിക്കണം. ബിജുമോനെ, ബിജു. ഇത് നിർമ്മലയ്ക്ക് കൊണ്ടുകൊടുക്ക. എന്താ അത്? ഇച്ചിരി പായസം. അവൾക്കിപ്പോ ഇതിനൊക്കെ കൊതി കാണും. കല്യാണം കഴിച്ചിട്ട് കുറച്ചു നാളല്ലേ ആയുള്ളൂ. ഗംഗാധരൻ ആളും മിടുക്കനാണല്ലോ. പിന്നെ ആരാ മണ്ടൻ? താലി കെട്ടിയതിന്റെ 10ാം മാസം ഞാൻ പ്രസവിച്ചു. എടി പതുക്കെ പറ, പിള്ളേരാരെങ്കിലും കേൾക്കും. ഓ, വയസ്സുകാലത്ത് ഒരു നാണം കണ്ടില്ലേ? വിടന്നേ, അറിയാതെ പറഞ്ഞു പോയി. വിട്. ആ ഓഫീസിൽ നിന്ന് ആരോ വന്നിരിക്കുന്നു. എന്താ തിരിച്ചു വരുന്നത്? ഓവർ ടൈം ഉണ്ട്. ഒറ്റയെണ്ണം വിടില്ലല്ലേ? എങ്ങനെയാ വിടുന്നത്? നാട്ടിലും വീട്ടിലും ജനം പെരുകല്ലേ. പിന്നെ നീ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് നിർമ്മലയോടൊന്ന് പറഞ്ഞേക്ക്, ഞാനിവിടെ ഓവർ ടൈം ചെയ്യാണ്, രാത്രി എന്നെ കാത്തിരിക്കണ്ട. ഞാൻ പറഞ്ഞേക്കാം. ബിജുമോൻ അല്പം പായസം എടുക്കട്ടെ? വേണ്ട ചേച്ചി, ഞാൻ വീട്ടിൽ നിന്ന് കഴിച്ചതാ. ചേച്ചി, ഗംഗേന്റെ കുതിര ഓടിക്കറിയോ? എനിക്കൊന്നും അറിയില്ല മോനെ. എനിക്ക് ഓടിക്കറിയാം. നീ ഇപ്പൊ എന്തിനാ ഇവിടെ? ഞാൻ പായസം കൊണ്ടുവന്നതാ. കൊടുത്തില്ലേ? പിന്നെ എന്തിനാ ഇവിടെ? വീട്ടിൽ പോ. പാത്രം വാങ്ങിച്ചിട്ട് പോവാ. ഇന്നും രാത്രിയിലായിരിക്കും ജോലി. വരാൻ താമസിക്കും അല്ലേ? അമ്മേ, ഇനി എന്നെ നിർമ്മല ചേച്ചിയുടെ വീട്ടിൽ പറഞ്ഞേക്കരുത്. ഞാൻ പോവില്ല. എന്തു പറ്റി മോനെ? ഞാൻ പായസം കൊടുത്തിട്ട് നിർമ്മല ചേച്ചിയുടെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ മോഹൻ ചേട്ടാ വന്നിട്ട് എന്നോടൊരു ചാട്ടം. നീ ഇവിടെ എന്ത് ചെയ്യുന്നു? വീട്ടിൽ പോടാന്നൊക്കെ പറഞ്ഞു. ഇനി വേണേ മോഹൻ ചേട്ടൻ കൊണ്ടുവന്ന് കൊടുക്കട്ടെ. മോഹൻ അവിടെ വന്നിരുന്നു. അവൻ എന്തിനവിടെ പോയി? വെള്ളം നടക്കുന്നു. ഭാര്യ അമ്മ നിലവിളിക്കുന്നു. നിലവിളിക്കുന്നു?
അയ്യോ വിടൂ. അയ്യോ. കമ്മീഷണർ അദ്ദേഹത്തിന്റെ വീടല്ലേ? ഗംഗേട്ടന്റെ വീട്ടിൽ എന്തോ ബഹളം നടക്കുന്നു. കാര്യം എന്താണെന്ന് അറിയില്ല. ഗംഗേട്ടൻ ഒരു വെട്ടുകത്തിയായിട്ട് ഓടുന്ന കണ്ടു. ആ നീയല്ലേ ഗംഗാരൻ? അതെ നടക്ക് സ്റ്റേഷനിലേക്ക്. സാർ, അത്യാവശ്യമായി എനിക്ക് വീട് വരെ ഒന്ന് പോകണം. സാധ്യമല്ല. സാർ, എന്റെ വീട്ടിൽ എന്തോ ആപത്തുണ്ടായിരിക്കുന്നു. ഒന്ന് പോയിട്ട്. സാധ്യമല്ല. സാധ്യമല്ലെന്ന് പറഞ്ഞില്ലേ? സാർ, ഒന്ന് പോയിട്ട് വിടാ പട്ടികളെ. അയ്യോ, എന്റെ വീട്ടിലെന്തോ ബാധ നടക്കുന്നു സാർ. ഞാൻ അവിടെ പോവാണ്. നിങ്ങൾ ചെയ്തിരിക്കുന്ന കൊലപാതകമാണ്. എന്നിട്ട് പോകാനോ? ഞാനത് തടഞ്ഞതാണ്. എന്നെ വിടൂ സാർ. ഇല്ല, ഈ നിലയിൽ നിങ്ങളെ ഞാൻ വിട്ടയക്കില്ല. നിങ്ങളുടെ കൊലപാതകമാണ് ചെയ്തിരിക്കുന്നത്. നിർമ്മലയ്ക്ക് എന്തോ ആപത്തുണ്ടായിരിക്കുന്നു. ഒരു നിമിഷം തരും, ഞാനത് പോയി നോക്കട്ടെ. അത് ഞാൻ നോക്കിക്കൊള്ളാം. പറയുന്ന കേൾക്കും. നിങ്ങളുടെ മരുമകനാണ് എന്റെ ഭാര്യയെ നശിപ്പിക്കാൻ. ആരായാലും എന്ത് സംഭവിച്ചാലും ഈ നിലയിൽ നിങ്ങളെ ഞാൻ വിട്ടയക്കില്ല. ഒരു നിമിഷം എനിക്ക് തരൂ സാർ. സാധ്യമല്ല. ഇല്ല, എന്നെ വിടില്ല. ഒരു നിമിഷം എനിക്ക് തരില്ല. നിങ്ങൾ എന്റെ പ്രതീക്ഷകൾ മുഴുവൻ തകർത്തു. എന്നെ വിട്, എന്നെ വിട്, എന്നെ വിടാൻ. എന്നെ ഭ്രാന്ത് പിടിപ്പിക്കരുത്. നിങ്ങൾ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകും. വിടാനാണ് പറഞ്ഞത്. വിടാൻ. നീ എന്നെ ചതിക്കും. എടാ ദ്രോഹി, എന്റെ നിർമ്മലയ്ക്ക് എന്തൊക്കെ സംഭവിച്ചാൽ നിങ്ങളെ ഒന്നിനും ഞാൻ വെറുതെ വിടില്ല. എടാ വിടാ, വിടാ, വിടാ. എടാ, എന്റെ ജീവിതം നശിപ്പിച്ച പഞ്ച നിന്നെ ഞാൻ വെറുതെ വിടില്ല. ഓർമ്മിച്ചോ? പെട്ടെന്നുണ്ടായ ഷോക്കിൽ ബോധം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. കഴിഞ്ഞതൊന്നും തിരിച്ചറിയാനാവില്ല. ഈ നിലയിൽ അവരുടെ അമ്മയുടെ ശവസംസ്കാരത്തിന് കൊണ്ടുപോകാം. ശാരീരികമായി ആപത്തൊന്നുമില്ല. ഒരുപക്ഷെ അമ്മയുടെ മൃതദേഹം കണ്ടാൽ ബോധം തിരിച്ചു വന്നെങ്കിലുമായി. മരിച്ച സ്ത്രീക്ക് മറ്റു മക്കളാരുമില്ല. പിന്നെ മരുമകനായിട്ട് ഗംഗാധരൻ മാത്രമേ ഉള്ളൂ. അയാളോടൊന്ന് പറഞ്ഞു നോക്ക്. ഓക്കെ സാർ. സാർ, എന്റെ ഭാര്യ. നിർമ്മലേ, 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 നിർമ്മലേ. അവർക്കൊന്നും തിരിച്ചറിയാനാവില്ല. നിർമ്മലേ, നിർമ്മലേ, നിർമ്മലേ. സമയമായി.
നീ ഒറ്റയ്ക്ക് ജീവിച്ചിരുന്നാൽ ആ കഴുകന്മാർ എന്നെ കുത്തിവരിക്കും. ഈ ലോകം നമുക്കുള്ളതല്ല. നിന്നെ രക്ഷിക്കാൻ, നമുക്ക് രക്ഷപ്പെടാൻ ഞാൻ മരിക്കണം.